തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു പാർട്ടി, മത്സരിച്ച് ജയിച്ചപ്പോൾ അധികാരത്തിന് വേണ്ടി മറ്റൊരു പാർട്ടി. ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട അയോഗ്യത കൽപ്പിച്ചു. തീർന്നില്ല, പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും വിലക്കേർപ്പെടുത്തി. അങ്ങനെ സംഭവ ബഹുലമാണ് കൊല്ലം ജില്ലയിലെ വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. അധികാരത്തിനു വേണ്ടി രാഷ്ട്രീയ മാറ്റം, പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ. അങ്ങനെ വിളക്കുടി പഞ്ചായത്തിന് പറയാൻ ഒരുപാടുണ്ട് രാഷ്ട്രീയം. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് റെജീന തോമസിനെയും വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീകലയെയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയത്. ഇനി അതെന്തിനെന്നു കൂടി നോക്കാം. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിളക്കുടി പഞ്ചായത്തിലെ 20 അംഗ ഭരണസമിതിയിൽ UDF 10, LDF 9, BJP 1 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. ഇതുപ്രകാരം കോൺഗ്രസ് അംഗങ്ങൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലെത്തി. 3 വർഷത്തിനു ശേഷം പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് മറ്റു 2 പേരെ കൊണ്ടുവരാനും ധാരണയുണ്ടായി. അങ്ങനെ 2023 പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് പരിഗണിച്ചപ്പോൾ ഒഴിവാക്കപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അംഗങ്ങളായ റെജീന തോമസും ശ്രീകലയും രംഗത്തു വന്നു. സ്വപ്നം കണ്ട പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും നഷ്ടമാകുന്നത് കണ്ടതോടെ എങ്കിൽ പിന്നെ പാർട്ടി മാറാൻ തീരുമാനിച്ചു. 2 പേരും LDFനൊപ്പം ചേർന്നു. അതോടെ കക്ഷി നിലയിൽ ഭൂരിപക്ഷം കിട്ടിയ LDF കൂറുമാറിയെത്തിയ ശ്രീകലയെ ആദ്യം പ്രസിഡന്റും റെജീന തോമസിനെ വികസന സ്ഥിരസമിതി അധ്യക്ഷയുമാക്കി. 2 പേരെയും തൃപ്തിപ്പെടുത്താൻ പിന്നീട് 1 വർഷത്തിനു ശേഷം LDFിലെ ധാരണ പ്രകാരം റെജീന തോമസ് പ്രസിഡന്റും ശ്രീകല വികസന സ്ഥിരം സമിതി അധ്യക്ഷയും ആയി. അങ്ങനെ കൂറുമാറിയ 2 പേരും ഹാപ്പി. അപ്പോഴാണ് UDF സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് LDFിലേക്ക് കൂറുമാറുകയും ചെയ്ത 2 ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെയും അയോഗ്യരാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയുണ്ടായത്. അതോടെ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണകാലാവധി കഴിയാൻ ആഴ്ചകൾ ബാക്കി നിൽക്കെ നാടകീയ രംഗങ്ങളാണ് ഇപ്പോൾ വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ കാഴ്ചകൾ. ജനാധിപത്യം കശാപ്പ് ചെയ്ത് ഒരു വാർഡ് കൂടി പുതുതായി ചേർത്തപ്പോൾ 21 വാർഡുകളാണ് ഇപ്പോൾ വിളക്കുടി ഗ്രാമപഞ്ചായത്തിലുള്ളത്. ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഇടത് വലത് മുന്നണികൾ 2 കൂട്ടരും തികഞ്ഞ പ്രതീക്ഷയിലാണ്. കോൺഗ്രസിനുള്ളിലെ സ്ഥാനങ്ങളെ ചൊല്ലിയുള്ള പിണക്കങ്ങൾ ഇത്തവണ ഇടതുപക്ഷത്തിന് വലിയ ഭൂരിപക്ഷം ഒരുക്കി നൽകുമെന്നാണ് ഇടതംഗങ്ങളുടെ കണക്കുകൂട്ടൽ. അവർ പുറത്തായതിനു ശേഷം അവർ നമ്മുടെ കൂടെ ചേരാൻ വന്നതല്ലേ, രാഷ്ട്രീയമാണല്ലോ. രാഷ്ട്രീയവും അധികാരവും ഇല്ലയോ എല്ലാവർക്കുള്ളയും ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് അവർ വന്നു, അവരെ അംഗീകരിച്ചു. അവർക്ക് പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന് പറഞ്ഞു. 2 പേർക്ക് ഓരോ വർഷം കൊടുത്തു. ഒരാൾക്ക് 1 വർഷം പൂർത്തീകരിക്കാൻ പറ്റിയില്ല. പെട്ടാ വന്നപ്പോൾ മറ്റൊരു കേസ് കൊടുത്തു. ഇലക്ഷൻ കമ്മീഷൻ്റെ വിധി വന്നു. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഇടതുപക്ഷത്തിന് മുൻതൂക്കം വരത്തക്ക രീതിയിലാണ് വിളക്കുടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പോക്ക്. എന്നാൽ കോൺഗ്രസ് ആകട്ടെ ഒരു ശുദ്ധികലശം നടത്തി വലിയ മുന്നേറ്റം നടത്താനുള്ള ഒരുക്കത്തിലാണ്. ബലാബലത്തിൽ ഇടതിനെ തോൽപ്പിക്കാൻ ഇത്തവണ പുതിയ മുഖങ്ങൾക്ക് അവസരം നൽകാനും പാർട്ടി ആലോചിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും സ്ഥാനങ്ങളെ ചൊല്ലിയുണ്ടായ പാർട്ടിയിലെ തർക്കങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ഭയവും കോൺഗ്രസിനുണ്ട്. ഇടത് വലത് മുന്നണികൾ പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങളിൽ വരുത്തിയ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് BJP ഇത്തവണ 1ൽ നിന്ന് കൂടുതൽ നേട്ടത്തിലേക്ക് സ്വപ്നം കാണുന്നത്. അധികാരത്തിനു വേണ്ടി വോട്ട് പിടിക്കുന്ന ഇടത് വലത് മുന്നണികളുടെ രാഷ്ട്രീയ മുതലെടുപ്പുകൾ ജനങ്ങൾക്ക് മുന്നിൽ നിരത്തിയാണ് BJPയുടെ പ്രചാരണം. മത്സരിച്ചത് വരെ ഇടതും വലതും എന്നൊക്കെ പറഞ്ഞ് മത്സരിച്ചെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും സ്ഥാനമോഹികളായി അവർ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം വോട്ട് ചെയ്ത ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ച് അവരുടെ ഒരു ആശയങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ കസേരയ്ക്ക് വേണ്ടി മാത്രം മത്സരിച്ച ഒരു പരിപാടി മാത്രമാണ് പഞ്ചായത്തിൽ ഈ 5 വർഷക്കാലം അരങ്ങേറിയത്. പലപ്പോഴും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഉപരി മത്സരിക്കുന്ന വ്യക്തികളുടെ മൂല്യം ജയപരാജയങ്ങളിൽ നിർണായകമാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വാദം. അങ്ങനെയെങ്കിൽ വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ ഇടത് വലത് മുന്നണികളെ ഒഴിവാക്കി ജനങ്ങൾ മൂന്നാമതൊന്ന് ചിന്തിച്ചാലും അത്ഭുതപ്പെടാനില്ല. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.